റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. റാങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ മെച്ചം എന്താ? QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ കേരള സർവകലാശാല മികച്ച നേട്ടം കൈവരിച്ചില്ലേ? ടൈംസ് ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാല MG യൂണിവേഴ്സിറ്റി മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ? അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അളക്കുന്നതിനുള്ള ഗ്ലോബൽ റാങ്കിംഗ് സംവിധാനം, അതാണ് QS റാങ്കിംഗ്. അതില് 2025 കേരള സർവകലാശാല 339 സ്ഥാനം നേടി. ചെറിയ കാര്യമല്ല. അതോടൊപ്പം വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ സൗത്ത് ഏഷ്യയിൽ 88 സ്ഥാനം നേടി. ഞാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുറെ കാലമായി വായിക്കുന്ന ഒരാളാണ്. ഞാൻ വിദഗ്ധനൊന്നുമല്ല, ഞാൻ വായിക്കുന്ന ആളാണ്. സാധാരണ ഡിഗ്രി കോഴ്സുകൾക്ക് പോലും ആയിരക്കണക്കിന് കുട്ടികൾ ഡൽഹി പോലുള്ള നഗരങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്നത് പോലെ നമ്മുടെ കുട്ടികൾ പുറത്തേക്കും പോവും. താങ്കൾ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള കേരള സർവകലാശാലയിൽ എന്റെ അറിവനുസരിച്ച് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം, 13,000-ലധികം ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ശരിയാണ്. ഞാൻ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കേരള സർക്കാരിൽ നിന്ന് തന്നെ സമാഹരിച്ച മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. കേരള സർവകലാശാലയിൽ ആകെ 35,821 സീറ്റുകളാണുള്ളത്. അതിൽ 13,974 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. MG സർവകലാശാലയിൽ 55,644 സീറ്റുകളാണുള്ളത്. അതിൽ 30,352 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ 92,501 സീറ്റുകളാണുള്ളത്. അതിൽ 32,566 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ 23,149 സീറ്റുകളാണുള്ളത്. അതിൽ 8,660 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഈ 4 സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലായിട്ട് 85,552 സീറ്റുകൾ ഇത്തവണ വേക്കന്റ് ആണ്. 2024 കണക്ക് പ്രകാരമാണ് പറയുന്നത് കേട്ടോ. ഡൽഹി സർവകലാശാലയിൽ ആകെ 85,000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളാണ് ഉള്ളത്. അവരുടെ 150-170 കോളേജുകളിലായിട്ട് 85,000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളുണ്ട്. അതിലേക്ക് വന്നത് 13.5 ലക്ഷം അപേക്ഷകളാണ്. ആകെ 85,000 സീറ്റിൽ 13.5 ലക്ഷം ആളുകൾ അപേക്ഷിക്കുകയാണ്. അതിൽ 55,000 അപേക്ഷകൾ വന്നത് കേരളത്തിൽ നിന്നാണ്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ കേരളത്തിലെ സർവകലാശാലകളെ വിശ്വസിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് MG സർവകലാശാലകളിലെ സീറ്റുകളെങ്കിലും നിറയുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2, ശ്രീ ഷിജുഖാൻ പറഞ്ഞു Q1 റാങ്കിംഗ് പ്രകാരം നമ്മൾ 339ാമത്തെ റാങ്കിംഗ് ആണ്. ഒരു കാര്യം പറയുമ്പോൾ മുഴുവൻ പറയാനുള്ള മര്യാദ അങ്ങ് കാണിക്കണം. Q1 റാങ്കിംഗ് പ്രകാരം ഏഷ്യയിലെ 339ാമത്തെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. ലോക റാങ്കിങ്ങിൽ 2,273 Q1 റാങ്കിംഗ് പ്രകാരം കേരള സർവകലാശാലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും അങ്ങേക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഈ വർഷം 14 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ സർവകലാശാലകളിലോ കോളേജുകളിലോ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അതിലെ 18% ആളുകൾ കേരളത്തിൽ നിന്നാണ്. അതായത് ഏതാണ്ട് 2.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് 54 വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. അന്ന് പറഞ്ഞ കണക്ക് പ്രകാരം കേരള സർവകലാശാലയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നത് 2,183 പേരാണ്.